രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ബി.ജെ.പിയിൽ അവസാനിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണോ? അത് ശരിയാകണമെന്നില്ല. അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സമീപനത്തെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ബി.ജെ.പിയിൽ പ്രശ്നങ്ങളുണ്ട്. അത് ബി.ജെ.പിയിലെ ഗ്രൂപ്പിസം തന്നെയാണ് പ്രശ്നം. ഒരു നേതാവിന് മറ്റൊരു നേതാവിനെ കണ്ടുകൂടാത്ത ഒരു സ്ഥിതി ബി.ജെ.പിയിലുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നേട്ടം അദ്ദേഹം കേരളത്തിലെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമല്ല. മറിച്ച് അദ്ദേഹത്തിന് ഇവിടെ സ്ഥിരമായി പ്രത്യേകിച്ച് താല്പര്യങ്ങളുമില്ല. അദ്ദേഹം വന്നിരിക്കുന്നത് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള നിലയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും. ഒരു ഭാഗത്ത് ശോഭാ സുരേന്ദ്രനെയും മറുഭാഗത്ത് ഷോൺ ജോർജിനെയും ഒപ്പം നിർത്തി നന്നായിട്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ ബി.ജെ.പിയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. സാധിക്കുമോ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റിനെയും അവിടുത്തെ വ്യത്യസ്ത കമ്മിറ്റികളെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്.